നമസ്കാരം. കഴിഞ്ഞ ദിവസം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ദൃശ്യമാണ് സമൂഹ മാധ്യമങ്ങളിലും മുഴുവൻ പ്രചരിച്ചതും അതുപോലെ ചാനലുകൾ വലിയ വാർത്തയാക്കിയതും പത്രങ്ങൾ വലിയ തലക്കെട്ടോടുകൂടി ഫോട്ടോഗ്രാഫോടുകൂടി വാർത്തയാക്കിയതും. എറണാകുളത്ത് ഒരു കാറിൽ ഒരാളുടെ കൈ ആ വിൻഡോയിൽ കുടുക്കി, ഗ്ലാസ് ഇട്ട് കുടുക്കി വലിച്ചഴച്ചുകൊണ്ട് പോകുന്ന അതിഭീകരമായ ഒരു കാഴ്ച. ഈ അതിഭീകരമായ കാഴ്ച അതേപോലെ തന്നെ എല്ലാവരും റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഞാൻ ആ വാർത്ത ചെയ്തില്ല, ആ വീഡിയോ ഞാൻ ചെയ്തില്ല. കാരണം എല്ലാ വാർത്തയും കിട്ടുമ്പോൾ തന്നെ വെച്ച് ചാമ്പുന്ന പണി എനിക്കില്ല. എന്താണ് അതിന്റെ പിന്നിൽ എന്നൊരു സംശയം തോന്നാറുണ്ട് ചില സന്ദർഭത്തിൽ. അത്തരം സംശയങ്ങൾ ശരിയാണ് എന്ന് പിന്നീട് ബോധ്യപ്പെടാറുമുണ്ട്. കേവലം റീച്ചിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്ത ശേഷം പിന്നീട് അത് മാറ്റിപ്പറയുന്നതിനോടുള്ള ഒരു സ്വഭാവം, അത്തരത്തിലൊരു സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്തു. അതിന്റെ വസ്തുത അറിഞ്ഞതിന് ശേഷം വാർത്ത ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് ഞാനതിന്റെ വസ്തുത മനസ്സിലാക്കുന്നു. അന്ന് എനിക്ക് തോന്നിയ സംശയം, ഇന്നലെ എനിക്ക് തോന്നിയ സംശയം എന്ന് വെച്ചാൽ, ഒരു കാറിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് ആ ഗ്ലാസ് പൊന്തിച്ചാണല്ലോ അയാൾ വലിച്ചഴിച്ചുകൊണ്ട് പോയത്. അപ്പൊ ഇയാൾ എന്തിനാ ഈ കാറിന്റെ ഉള്ളിൽ കൈയിട്ടത്? എന്റെ സ്വാഭാവിക സംശയം. അതിന് ഉത്തരം കിട്ടണം. വാഹനത്തിൽ സഞ്ചരിക്കാറുണ്ട്, ഞാനും കാർ കൊണ്ട് സഞ്ചരിക്കാറുണ്ട്. ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മഴവെള്ളക്കെട്ടുണ്ടായി കഴിഞ്ഞാൽ റോഡില് കുഴിയുടെ വലിപ്പം നമുക്കറിയില്ല, എത്രത്തോളം കുഴിയുണ്ടെന്ന് അറിയാത്ത സാഹചര്യമാണ്. അതിൽ വെള്ളം കിടന്നാൽ അറിയത്തുമില്ല. പടക്കോന്ന് പറഞ്ഞ് ചെന്ന് വീഴുമ്പോഴായിരിക്കും സംഗതി മനസ്സിലാകുന്നത് ഇത് വലിയ അണ്ടാടാകം പോലുള്ള കുഴിയാണെന്നുള്ളത്. ഇതിനെ സഞ്ചരിച്ചു പോകുമ്പോൾ അബദ്ധത്തിൽ ചെളി തെറിക്കലൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ ഒന്ന് പെരിയെ തെറിക്കാത്ത വിധമാണ് പോകുന്നത്. ഇവിടെ സത്യത്തിൽ ഈ ഒരു യുവാവിനെ കാറിൽ വലിച്ചടിച്ചുകൊണ്ട് പോകുന്നു. അതിന്റെ മാതാവോ മറ്റാരോ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് പായുന്നു. ഇതിനു മുമ്പ് ഒരു കഥയുണ്ട്. ആ കഥ കേട്ട് കഴിഞ്ഞപ്പോഴാണ് അവരത് അർഹിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ്, നമ്മൾ ഒരാളെ വെട്ടിക്കൊല്ലുന്നു, കൊലപാതക കുറ്റമാണ്, അറിയാലോ. ആ കൊലപാതക കുറ്റം മനഃപൂർവ്വമായ നരഹത്യയായിട്ട് പോലീസ് കേസെടുക്കുന്നു. കേസെടുത്ത് അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു, അല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നു. നമ്മൾ പറയും അതിക്രൂരമായാണ് അയാൾ കൊല്ലപ്പെട്ടത്, വെട്ടിക്കൊന്നുവെന്ന്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഈ കൊല്ലപ്പെട്ട വ്യക്തി ആ വീട്ടിൽ മറ്റൊരാളെ വീട്ടിൽ അതിക്രമിച്ചു കയറി അവരെ കുട്ടികളെ അപകടപ്പെടുത്തി അവരുടെ മകളെയോ ഭാര്യയോ സഹോദരിയോ ആരെയെങ്കിലും മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് അത് കണ്ട് സഹിക്കാൻ വയ്യാതെ ഒരാൾ വാക്കത്തെ എടുത്തുകൊണ്ടുവന്ന് ഒരൊറ്റ വെട്ടുവെട്ടി. ആ വെട്ടിൽ ആ ആള് മരണപ്പെട്ടു. ഇതാണ് കഥയെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ചിന്ത മാറിയില്ലേ? അവനത് വേണം, അത് തന്നെയാണ് ചെയ്യേണ്ടത്. എന്താ ഇവിടെ നിയമപരമായി നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്? ആ മാനഭംഗത്തിന് വഴങ്ങിക്കൊടുത്ത് അത് പ്രതികരിക്കാതെ ഈ അപ്പനോ അല്ലെങ്കിൽ ഈ ആങ്ങളെയോ അവിടെ മാനഭംഗം നടക്കുന്ന സമയത്ത് അത് തടയാതെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടെ പരാതി കൊടുത്ത് പോലീസുകാരെ കൊണ്ടുവന്ന് ഈ പ്രതിയെ പിടിച്ചുകൊണ്ട് പോകണമായിരുന്നു. അതായിരുന്നു വേണ്ടിയിരുന്നത്. അതല്ല വേണ്ടിയിരുന്നത് എന്ന് എന്റെ പക്ഷം. ഞാനാണെങ്കിലും അത് തന്നെ ചെയ്യാം. അവൻ പിന്നെ ഒരാളെടുത്തും അത് ചെയ്യരുത് എന്ന് കണ്ടിട്ട് അത് തന്നെ ചെയ്യും. ആ സമയത്ത് വരുന്ന നിയമമൊന്നും അപ്പം നോക്കാൻ കഴിയില്ല. അപ്പോൾ വികാരമാണ് അപ്പോൾ നമ്മളെ ആ സമയത്ത് കൈയടക്കുന്നതെന്ന് പറയുന്നത്. കീഴ്പ്പെടുത്തി കെട്ടിടാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുക, പിന്നെ ചെയ്യാം. അതിൽ അബദ്ധത്തിൽ സംഭവിക്കും. അതുപോലെ പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പിന്നീടാണ് ആ കഥകൾ പുറത്തു വരുന്നത്. അത്തരം കഥകൾ പിന്നീട് പുറത്തു വരുമ്പോൾ ആദ്യത്തെ കഥയുടെ അത്ര തന്നെ ദമ്മുണ്ടാകാത്തത് കൊണ്ട് പിന്നെ അത് വല്ലാതെ പുറത്തേക്ക് പ്രചരിക്കാറില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്നിട്ടുള്ള ഒരു പോക്സോ കേസും അത് തന്നെയാണ്. പോക്സോ കേസിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് വലിയ വാർത്ത ചാനലുകളും പത്രങ്ങളും എഴുതി. സത്യത്തിൽ വാർത്ത എന്താണെന്നുള്ളത് നേരെ തിരിച്ചാണ് സംഭവം എന്നുള്ളത് പിന്നീടാണ് കഥ മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം ഞാനും അതിനെ സംബന്ധിച്ച് വീഡിയോ ചെയ്തിരുന്നു. അതിൽ ആ ഇരയാക്കപ്പെട്ട ആളുടെ വീഡിയോ ഇന്റർവ്യൂ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് നിയമപ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ നീക്കം ചെയ്തിട്ട് വക്കീലുമായി ആലോചിച്ച ശേഷം ഞാനത് ഇതിന് മുന്നിൽ വെക്കാം, നിങ്ങളുടെ മുന്നിൽ വെക്കാം. അപ്പൊ നിങ്ങൾക്ക് കാര്യം ഒന്നുകൂടി വ്യക്തമാക്കും. ഇതാണ് വസ്തുത എന്ന് പറയുന്നത്. അതുപോലെ ഈ കാറിന്റെ കാര്യത്തിലും ഇതിന്റെ ഒരു മറുവശം ഉണ്ട് എന്ന് എനിക്ക് അപ്പൊ തോന്നി. അത് ശരിയാണെന്ന് മനസ്സിലായി. സത്യത്തിൽ ഇവരെ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഈ ബൈക്കുകാരും മറ്റുള്ളവരും ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. നമ്മൾ ശ്രദ്ധിക്കില്ല, അറിയാമല്ലോ. ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു പോകും. ഒരുപക്ഷെ നമ്മൾ കുഴിയോ മറ്റു കാര്യങ്ങളൊന്നും വെട്ടിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കും. അപ്പോഴായിരിക്കും ഇയാൾ കയറി വരുന്നത്, അവിടെ ആക്സിഡന്റ് സംഭവിക്കും. ഇവിടെയും അതുപോലെ എന്തൊക്കെയോ സംഭവിച്ചു. വെള്ളം തെറിക്കുകയോ മറ്റു കാര്യങ്ങൾ എന്തോ ചെയ്തു. അതിന് ഫലമായിട്ട് ഈ കാറിലുള്ളവരെ നേരത്തെ ഒരു അക്രമം നടത്തി കഴിഞ്ഞു, ഈ ബൈക്കിൽ വന്നവരും മറ്റുള്ളവരും. അവർ ആ ഡ്രൈവറായിട്ടുള്ള എന്ന് പറഞ്ഞാൽ സർജറിയൊക്കെ കഴിഞ്ഞ് കാലിൽ കമ്പിയിട്ടിരിക്കുന്ന ജോസഫ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ അവർ ആക്രമിച്ചു. അവർ അത് മാത്രമല്ല
കട്ട തെറി വിളിച്ചു, ബഹളമെല്ലാം വെച്ചു. കുറച്ച് വീഡിയോ ദൃശ്യങ്ങൾ അവരുടെ കയ്യിലുമുണ്ട്, അത്തരം വീഡിയോ ദൃശ്യങ്ങൾ അവരുടെ കയ്യിലുമുണ്ട്. അപ്പോ എന്നിട്ട് ആ സ്നേഹ എന്ന ആ ജോസഫിന്റെ ഭാര്യയുടെ ടീഷർട്ട് വലിച്ചു കീറി ഇങ്ങനെയുള്ള കുറെ പരാക്രമങ്ങളൊക്കെ നടത്തിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച ആ വിദ്വാൻമാരെ പിന്തുടർന്ന് ആ വാഹനത്തിന്റെ, അവർ ഓടിച്ച ബൈക്കിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാനാണ് അതിന്റെ പിന്നാലെ പോയത്. ഇതാണ് ഇതിന്റെ പരമസത്യം എന്ന് പറയുന്നത്. അവരുടെ വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് തിരിച്ചു വരുമ്പോൾ, ആ ഡീറ്റെയിൽസ് എടുത്ത് പരാതി കൊടുക്കാനായിട്ട് തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് അത് പണിയാകുമെന്ന് മനസ്സിലായിക്കൊണ്ട് ഈ വാഹനത്തിന് മുന്നേ കയറിയിട്ട് അവരെ അസഭ്യം പറയും, വീണ്ടും പഴയതുപോലെ ചീത്ത പറയുന്നു, ബഹളം വെക്കുന്നു. പിന്നെ വാഹനത്തിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് ഈ ജോസഫിന്റെ, അതായത് കാർ ഡ്രൈവറുടെ കഴുത്തിന് പിടിക്കുന്നു. അപ്പോൾ കഴുത്തിന് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വണ്ടി ഓട്ടോമാറ്റിക്കാ, ചില ഭാഗങ്ങളിൽ കൈ തട്ടി കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ട് മൂവ് ചെയ്ത് തുടങ്ങും. അങ്ങനെ മൂവ് ചെയ്തതാണ്. ആ മൂവ് ചെയ്യുന്ന സമയത്തും അയാളുടെ കൈ എന്ന് പറയുക ഇയാളെ കഴുത്തിലാണ് പിടിച്ചേക്കുന്നത്. കഴുത്തിൽ പിടിച്ചപ്പോഴാണ് വണ്ടി മൂവ് ചെയ്തത്. പിടിവിട്ട് കഴിഞ്ഞാൽ ആള് പുറത്തേക്ക് പോകും. അപ്പോൾ കഴുത്തിന് തന്നെ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടുത്തെ ലൈവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ഇയാളെ നോർമൽ ആയതിനു ശേഷമാണ് അവര് വണ്ടി നിർത്തി ഇറക്കി വിടുന്നത്. അതുവരെ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില അവസ്ഥകൾ അങ്ങനെയാണ്. അപ്പൊ ഒരുപാട് ദൂരം എന്നൊക്കെ പറയുന്നെങ്കിൽ അത്ര ദൂരം ഒന്നും പോയിട്ടില്ല. സംഗതി എന്തോ ആയിക്കോട്ടെ, ഏതായാലും അങ്ങോട്ട് അതിക്രമിച്ചിട്ട് അങ്ങോട്ട് വെറുതെ ആവശ്യമില്ലാത്ത ചൊറിയാൻ ചെന്നിട്ട് അവസാനം വാങ്ങി കിട്ടുമ്പോഴത്തേക്ക് പിന്നെ അയ്യോ പൊത്തൊന്നും മോങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. ഇതാണ് അവിടുത്തെ വസ്തുത. ഇവൻ എന്തിനാണ് അതിന്റെ ഉള്ളിൽ കൈയിട്ടതെന്നുള്ള ചോദ്യം എനിക്ക് വന്നത്. പ്രചരിച്ച എന്താണ്, എറണാകുളത്ത് കാറിൽ അക്ഷയ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കാറിൽ വന്ന കുറച്ച് ഗുണ്ടകൾ കൈ ഉള്ളിലേക്ക് പിടിച്ചു വെച്ചിട്ട് വാഹനത്തിൽ വലിച്ചടിച്ചുകൊണ്ട് പോയി. അതിന്റെ പിന്നിൽ നിലവിളിച്ചോടുന്ന മറ്റൊരാളെയും കണ്ടു. ഈ ഒരു സീനാണ് കണ്ടത്. പക്ഷെ അതിന് മുമ്പ് ഒരു സീൻ ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് പല കാര്യങ്ങളും. നമ്മൾ അറിയുന്നതിനപ്പുറം മറ്റു പല കാര്യങ്ങളുമുണ്ട്. നമ്മളൊക്കെ ആരുടെയെങ്കിലും തൊള്ളയിലേക്ക് കൈ കൊണ്ടൊന്ന് വെച്ചു കൊടുത്തിട്ട് കടിച്ചിട്ട് അയ്യോ അവൻ കടിച്ചെന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല. എന്തിനാ കൈ കൊണ്ട് വെക്കാൻ പോണത്? റോഡിൽ പോകുമ്പോൾ തട്ടലും മുട്ടലും ഉണ്ടാകും, ചളി തെറിക്കും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പരമാവധി വണ്ടി ശ്രദ്ധിച്ച് തന്നെയാണ് ഓടിക്കുന്നത്. വളരെ അപൂർവമായിട്ട് മാത്രമാണ് മനഃപൂർവ്വം ഇമാതിരിയുള്ള പേക്കൂത്തുകൾ കാണിക്കുന്നത്. ഫാമിലി ആയിട്ട് പോകുമ്പോൾ, ഏതായാലും ജോസഫിന്റെ ഭാര്യയും മറ്റാ വണ്ടിയിൽ ഉണ്ടായിരുന്നവർ ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുന്നവരാണ്. അവരെന്തായാലും മനഃപൂർവ്വമായിട്ട് പുറത്തു പോകുന്നവരെ ഒന്നും ചെയ്യില്ല, ആരും ചെയ്യില്ല. വിശേഷിച്ച് സ്ത്രീകൾ വണ്ടിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്നും ചെയ്യില്ല. ഒരു അപകടമാണെന്ന് അറിയാം. മറ്റുള്ളവർ പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് കച്ചറ ഉണ്ടാക്കണം, അതിൽ വേറെ അപമാനം ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടാവും. എന്തിനാണ് ഇടതുവശത്തോട്ട് ഓവർടേക്ക് ചെയ്യുന്നത്? ബൈക്കുകാരുടെ എല്ലാവരുടെയും ഒരു പരിപാടിയാണ്. ആരായാലും ഇതൊക്കെ തന്നെയാണ് പ്രതികരിക്കുന്നത്. റോഡിൽ കിടന്ന് തല്ലുകൂടലല്ല ചെയ്യേണ്ടിയിരുന്നത്. ഫാമിലി ആയിട്ട് പോകുന്നവരെ ചൂടാക്കുക, തെറി വിളിക്കുക, കൊല്ലിപ്പിടിക്കുക, ഈ തോന്നിയാസങ്ങളൊക്കെ പറയുന്നവർക്ക് ഇത് തന്നെ വേണം. അവൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? അവിടെ അവന്റെ ഭാര്യയുടെ പിന്നെ ഡ്രസ്സ് വലിച്ചു കീറിട്ട് അതിനെല്ലാം നോക്കി അവിടെ നിന്നിട്ട് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ട് അങ്ങനെ അറസ്റ്റ് ചെയ്യിക്കണമായിരുന്നോ? സൗകര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിച്ചുകൊണ്ട് പോയത്. ഇമാര് തെമ്മാടിത്തരം കാണിക്കുന്നവർ അത് തന്നെയാണ് ചെയ്യേണ്ടത്. അല്ല പിന്നെ എന്താ ചെയ്യേണ്ടി?